ഞങ്ങളിതിനു മുമ്പ് പാലക്കാട്ടിൽ കുറേ നാൾ പ്രവർത്തിച്ച പൊതുപ്രവർത്തകർ എന്ന നിലയിൽ അവിടെ ഒരുപാട് കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളും നടക്കുന്നതായിട്ട് നമുക്കറിയായിരുന്നു. അപ്പോൾ അത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നമുക്ക് ഒന്ന് രണ്ടെണ്ണം നോക്കി വളരെ ചിത്രമായിട്ട് തോന്നി. ഞങ്ങൾ 2 ഫോറൻസിക് സർജന്മാർ ഇതിനെ സംബന്ധിച്ചൊരു വിദഗ്ധ അഭിപ്രായം തേടി. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒരു നല്ലൊരു ശതമാനം, ഏതാണ്ട് 14 എണ്ണത്തിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള കൊലപാതക അല്ലെങ്കിൽ ഹോമിസൈഡ് ആംഗിളുകൾ കാണുന്നുണ്ട്. അതായത് ഈ കുട്ടികളെ ശാരീരികമായി സെക്ഷലി പീഡിപ്പിച്ചിരിക്കുന്നതായിട്ടും അല്ലെങ്കിൽ മരണത്തിന് മുമ്പ് ഒരുപാട് പരിക്കുകൾ, അടി ഇതായിട്ടും അല്ലെങ്കിൽ തല ശക്തമായിട്ട് അടിച്ചിരിക്കുന്നതായിട്ടൊക്കെ കാണുന്നു. അപ്പോൾ ഒരു ക്ലാസിക് സൂയിസൈഡിൽ കാണാത്ത രീതിയിലുള്ള പരിക്കുകൾ ഇവരുടെ ശരീരത്തിൽ വന്നിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് ഒരു വ്യക്തമായിട്ടുള്ള ഒന്നും പിന്നീടൊരു അന്വേഷണങ്ങളും നടത്തില്ലെന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. അപ്പം ഞങ്ങളതിൻ്റെ ശേഷം ഞങ്ങൾ ഒരു RTI ഫയൽ ചെയ്തു. 28 കേസ് വെച്ചിട്ട് എന്താണ് ഇതിൻ്റെ സ്റ്റേറ്റസ് എന്ന്. അതിൽ നിന്ന് ഞങ്ങൾക്ക് റിപ്ലൈ കിട്ടിയില്ല. അപ്പീൽ കൊടുത്തു, RTI അപ്പീൽ കൊടുത്തു, അതിൻ്റെ റിപ്ലൈ കിട്ടിയില്ല. കാരണം ഇതൊരു വലിയ സാമൂഹിക പ്രശ്നമാണല്ലോ. ഒരു പിള്ളേരുടെ മരണങ്ങൾ, അതും 13നും താഴെയുള്ള ആണ് എല്ലാ മരണങ്ങളും. അതിൽ വളരെ വിചിത്രമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. അതിൽ 12 എണ്ണം ആക്സിഡൻ്റൽ ഹാങ്ങിങ് എന്നാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ ഇതിൽ പറയുന്നത്. ഊഞ്ഞാൽ കെട്ടി കളിക്കുമ്പോൾ അങ്ങനെ കുരുങ്ങി മേടിക്കുന്നു, അല്ലെങ്കിൽ അഴയിൽ തുണിയിടാൻ പോയപ്പോൾ കുരുങ്ങി മേടിക്കുന്നു. അങ്ങനെ വിചിത്രമായിട്ടുള്ള രീതിയിലുള്ള ഒട്ടും നമ്മുടെ ലോജിക്കിന് നിരക്കാത്ത രീതിയിലുള്ള മരണങ്ങളായിരുന്നു.